ഹായ് എവരിവൺ, റിവ്യൂവേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ വീഡിയോയുമായിട്ട് എത്തുന്നത്. ഈ ഒരു വീഡിയോയിൽ നിങ്ങളടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയിലേക്ക് പുതിയതായി എത്തുന്ന ഒരു ഓട്ടോമൊബൈൽ ബ്രാൻഡായ സിട്രോയിനെ പറ്റിയാണ്. സിട്രോയിൻ അവരുടെ ഒരു പുതിയ SUV ലോഞ്ച് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു മോഡലിൻ്റെ സ്പെസിഫിക്കേഷൻസും എക്സ്പെക്റ്റേഷൻസും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിലേക്കൊരു ഫ്രഞ്ച് വിപ്ലവം. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ട പോലെ സിട്രോയിൻ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന SUVയുടെ പേര് സിട്രോയിൻ C5 എയർക്രോസ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഈ ഒരു മോഡൽ ഇന്ത്യയിലേക്ക് വരുന്നത് കംപ്ലീറ്റ് ഇന്ത്യയിൽ നിർമ്മിച്ചുകൊണ്ടല്ല, ചെന്നൈയിലെ CK ബിർള ഗ്രൂപ്പിൻ്റെ പ്ലാന്റിൽ സിട്രോയിൻ അവരുടെ പാർട്സുകൾ കൊണ്ടുവന്ന് അസംബിൾ ചെയ്തിട്ടാണ് ഈ ഒരു മോഡൽ നമ്മുടെ ഇന്ത്യൻ റോഡുകളിലേക്ക് എത്തുന്നത്. പക്ഷേ പുറത്തുനിന്ന് പാർട്സ് കൊണ്ടുവന്നിട്ടാണ് അസംബിൾ ചെയ്യുന്നതെങ്കിലും ഇന്ത്യൻ റോഡുകൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തൊരു മോഡലാണ് സിട്രോയിൻ C5 എയർക്രോസ് എന്ന് പറയുന്നത്. നേരത്തെ പ്ലാൻ ചെയ്തതിനേക്കാൾ വളരെ ലേറ്റായിട്ടാണ് ഈ ഒരു മോഡൽ ഇന്ത്യയിൽ എത്തുന്നത്. കൊറോണ വൈറസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മോഡലുകളുടെ ലോഞ്ചിന് ഡിലേ വന്നിട്ടുണ്ട്. അതിൽ ഈ ഒരു മോഡലും അതിൻ്റെ ഡിലേ വന്ന് ഇത്തിരി ലേറ്റായിട്ടാണ് ഇന്ത്യയിൽ എത്തുന്നത്. നിലവിൽ ഇന്ത്യയിലെ 10 സിറ്റികളിൽ മാത്രമാണ് ഈ ഒരു മോഡൽ ഈ ഒരു ബ്രാൻഡ് സിട്രോയിൻ അവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൽ കേരളത്തിൽ എറണാകുളത്താണ് അവരുടെ ഷോറൂം എന്ന് അറിയുന്നുണ്ട്. സിട്രോയിൻ്റെ സ്പെസിഫിക്കേഷൻസിൽ പോവുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അതിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ്. ഇതുവരെ ഇന്ത്യയിൽ ഇറങ്ങുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഇറങ്ങുന്ന SUVകളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായൊരു ഡിസൈൻ പാറ്റേൺ C5 എയർക്രോസ് ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകത. അതിൽ ഏറ്റവും ഫ്രണ്ടിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അവരുടെ സിട്രോയിൻ്റെ ലോഗോയും ഗ്രില്ലും എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ആ ഒരു ഫ്രണ്ട് പോർഷൻ തന്നെയാണ്. ഒപ്പം മനോഹരമായ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഹെഡ്ലൈറ്റും മറ്റ് എയർ ഡാമ്പുകളും എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഡിസൈൻ ഓവറോൾ ഡിസൈൻ എടുക്കുമ്പോൾ പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഒരു പക്കാ ഫ്രഞ്ച് ഡിസൈൻ എന്നുള്ള അല്ലെങ്കിൽ ഒരു യൂറോപ്പ് ഡിസൈൻ എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ നമുക്ക് മനസ്സിലാവുന്നത്. സ്കോഡ യെതി അതേപോലെ മിനി കൂപ്പർ അതുമായിട്ടെല്ലാം ചെറിയ ഒരു സാമ്യം തോന്നുന്ന ഒരു ഡിസൈനാണ് C5 എയർക്രോസിന് വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഡയമെൻഷൻസിലേക്ക് വരുമ്പോൾ EMP2 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. 4500 mm നീളവും 1840 mm വീതിയും 1670 mm ഉയരവുമാണ് ഈ SUVക്കുള്ളത്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ C5 എയർക്രോസിൻ്റെ ഒരു കോമ്പറ്റീറ്ററായിട്ട് വരുന്ന ഹ്യുണ്ടായി ട്യൂസോണിനേക്കാൾ ചെറിയ ഡയമെൻഷൻസിൽ മുൻപന്തിയിലാണ് C5 എയർക്രോസ് എന്ന് പറയാം. 2730 mm ആണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ ഒരു എൻജിൻ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകുമ്പോൾ ഒറ്റ എൻജിൻ ട്രെയിനാണ് വരുന്നത്. 2 ലിറ്റർ ഒരു ഡീസൽ എഞ്ചിനാണ് വരുന്നത്. അത് 180 bhp പ്രൊഡ്യൂസ് ചെയ്യും എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മാത്രമായിരിക്കും C5 എയർക്രോസിൽ അവൈലബിൾ ആയിട്ട് വരിക. ഇനി വേരിയൻസിൽ മോഡൽ വേരിയൻറ്റിലേക്ക് വരുമ്പോൾ ഫീൽ, ഷൈൻ തുടങ്ങിയ 2 വേരിയൻറ്റുകളിൽ മാത്രമാണ് C5 എയർക്രോസ് നിലവിൽ വിപണിയിലെത്തുന്നത്. അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഫുഡ് റെസ്പോൺസ് വെച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബൂട്ടും അതേപോലെ പനോറമിക് സൺറൂഫും ഒക്കെയാണ് പ്രധാനമായിട്ടുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ബാക്കി എൻജിൻ ഓപ്ഷൻസിലോ മറ്റു കാര്യങ്ങളോ ട്രാൻസ്മിഷനിലോ ഒന്നും വേറെ ഡിഫറൻസ് ഒന്നും കമ്പനി ഓഫർ ചെയ്യുന്നില്ല. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ വാഹനത്തിൻ്റെ ഒരു കംഫർട്ട് സോണാണ്. പ്രധാനമായിട്ടും അതിൻ്റെ സീറ്റുകളാണ്. നമ്മൾ ഇപ്പോൾ ഈ സിട്രോൺ C5 എയർക്രോസിൻ്റെ പല കമ്പനികൾ ഇറക്കിയ ഒരു റിവ്യൂവിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, എല്ലാവരും പറഞ്ഞൊരു പോസിറ്റീവായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ കംഫർട്ട് സോണാണ്. അതിൻ്റെ സീറ്റ് അറേഞ്ച്മെൻറ്റ്സും സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും അതേപോലെ സീറ്റ് കുഷനിങ്ങും എല്ലാം വളരെ കംഫർട്ടായിട്ടുള്ളൊരു മോഡലാണ് C5 എയർക്രോസ് എന്നാണ് മനസ്സിലാവുന്നത്. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊന്ന് ഇതിൻ്റെ സസ്പെൻഷനാണ്. സസ്പെൻഷനിൽ ഇന്ത്യയിൽ നിലവിലുള്ള SUVകളിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ് എന്ന് ആണ് വരുന്ന റിപ്പോർട്ടുകൾ. അത് ഇതിൻ്റെ ഒരു വീഡിയോയിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. ആ ഒരു സസ്പെൻഷൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്നെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഇനി നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ആയിട്ട് ഞങ്ങൾക്കത് പറയാൻ സാധിക്കും. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവിനായിട്ട് വാഹനം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ 12.5 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീനാണ് വരുന്നത്. പക്ഷേ ഒരു ചെറിയ പോരായ്മ അതിൽ വരുന്നത് നമുക്ക് അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻസ് വായിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, വയർലെസ് ചാർജിങ് പോലുള്ള കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഒപ്പം ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ പോലുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം
വയേർഡായിട്ടുള്ള വർക്കിംഗ് മാത്രമാണുള്ളത്. വയർലെസ് സിസ്റ്റംസ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അത് ചെറിയൊരു ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വരുന്ന മോഡലുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു ഡ്രോബാക്ക് ആണെന്ന് പറയാം. പക്ഷേ അതൊരു വലിയ ഡ്രോബാക്കായിട്ട് അതുകൊണ്ട് വാഹനം എടുക്കാതിരിക്കുക എന്നൊരു രീതിയൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിലില്ല എന്നാണ് മനസ്സിലാവുന്ന കാര്യം. നമ്മുടെ ഒരു മാർക്കറ്റിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം അതാണ്. നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ C5 എയർക്രോസിൻ്റെ ചെറിയ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളുമായിട്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പുതിയ മോഡലാണ് ഇന്ത്യയിലേക്ക് വരുന്ന ഒരു പുതിയ മോഡൽ എന്നല്ല, പുതിയൊരു ബ്രാൻഡാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. സിട്രോയൻ എന്ന് പറയുന്ന ബ്രാൻഡ് അവരൊരു മോഡലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എബൌട്ട് 30 lakhs വരുന്ന ഒരു പ്രൈസ് റേഞ്ച് വരുന്ന ഒരു മോഡലിനെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തുകൊണ്ടാണ് ആ ബ്രാൻഡ് ഇന്ത്യയിലേക്ക് വരുന്നത്. നമുക്ക് ഇപ്പോൾ ഒരു പുതിയ ബ്രാൻഡ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർ ഒരു പരീക്ഷണമാണ് നടത്തുന്നതെന്ന് വേണമെങ്കിൽ പറയാം. എബോവ് 30 lakhs മുകളിലുള്ള ഒരു വാഹനം എത്രത്തോളം ക്ലിക്കാവും എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, തങ്ങൾക്ക് ഇത്രത്തോളം കംഫർട്ട് ലെവലിലുള്ള വാഹനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും എന്നൊരു മെസ്സേജ് കൂടി ഈ ഒരു ലോഞ്ചിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാവുന്നതാണ്. ഈ ഒരു മോഡലിന് ശേഷം അടുത്ത വരുന്നൊരു മോഡൽ ഒരു കോമ്പാക്റ്റ് SUV ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വരുന്ന റിപ്പോർട്ടുകളും അങ്ങനെയാണ്. അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് ബിലോ 20 lakhs അല്ലെങ്കിൽ 20 lakhs അല്ലെങ്കിൽ 15 lakhs താഴെ ആയിരിക്കും എന്നാണ് ഒരു റിപ്പോർട്ട് ഉള്ളത്. നമ്മുടെ എക്സ്പെക്റ്റേഷൻസിലും എടുത്തു പറയേണ്ട അല്ലെങ്കിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു സർവീസും കാര്യങ്ങളുമാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഇന്ത്യയിൽ 10 സിറ്റികളിൽ മാത്രമാണ് സിട്രോയൻ അവരുടെ ഒരു ഡീലർഷിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നതും ഇപ്പോൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതും. അപ്പോൾ കേരളത്തിലെ ഒരു സ്ഥിതി തന്നെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ എറണാകുളത്ത് മാത്രമാണ് അതിൻ്റെ ഒരു ഡീലർഷിപ്പ് വരുന്നതെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അല്ലെങ്കിൽ 14 ജില്ലകളിലും എടുക്കാൻ ആളുകൾക്ക് ഈ ഒരു വാഹനം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രത്തോളം അതിൻ്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യും അല്ലെങ്കിൽ എത്രത്തോളമായിരിക്കും അവരൊരു സർവീസ് നെറ്റ്വർക്ക് വരുന്നത് എന്നുള്ള കാര്യത്തിലെല്ലാം ചില ആശങ്കകളുണ്ട്. അത് കമ്പനി തന്നെ അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു മാർക്കറ്റ് ലോഞ്ചിലോട്ട് വരുമ്പോൾ കമ്പനി തന്നെ പരിഹരിക്കും. ഈ ഒരു ആശങ്കകളെല്ലാം പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന് ഒരു മെയിൻ്റനൻസ് കോസ്റ്റാണ്. കംപ്ലീറ്റ്ലി ഫ്രാൻസിൽ നിർമ്മിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുന്ന ഒരു മോഡലാണ് C5 എയർക്രോസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് ഇന്ത്യയിലെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്ലൈമറ്റിന് സ്യൂട്ടായിട്ടുള്ള പാർട്സുകളും മറ്റ് കാര്യങ്ങളുമായിരിക്കും. എത്രത്തോളം മെയിൻ്റനൻസ് കോസ്റ്റ് വരും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനിയും ക്ലാരിറ്റി വരുത്തേണ്ട ചില കാര്യങ്ങളാണ്. അത് മെയിൻ്റനൻസ് കോസ്റ്റിനെ പറ്റിയെല്ലാം ഇനിയെല്ലാം അറിഞ്ഞു വരാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് C5 എയർക്രോസിനെ പറ്റിയുള്ള നമ്മുടെ സ്പെസിഫിക്കേഷൻസും നമ്മൾ റിവ്യൂവേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളും. വരും ദിവസങ്ങളിൽ ഈ C5 എയർക്രോസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നിങ്ങളിൽ എത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാത്തിരിക്കുക. അതുവരേക്കും ബൈ.